ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മളൊക്കെ കുഞ്ഞിലേ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു പുതിയൊരു ബേക്കറി ഐറ്റംസാണ്. നമ്മളൊക്കെ കഴിച്ചിട്ടുള്ള ഇന്ന് നമ്മുടെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് ഉള്ളിലുള്ളത് കൊണ്ട് സാധാരണ നമ്മളെ കൊച്ചുമക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇന്നൊന്നും ബേക്കറികളിൽ ഇത് ഉണ്ടാവണമെന്നില്ല, ഉള്ള ബേക്കറികളുണ്ട്. എന്നാലും എല്ലാ ബേക്കറികളിലൊന്നും ഇത് കിട്ടുകയൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണിത്. ഈ ഐറ്റം നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ പേര് പറയാം. ആദ്യമായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അവലാണിത്. നമുക്ക് ഈ ശരിക്കും നല്ല തിളച്ച് വരാത്ത രീതിയിലുള്ള എണ്ണയിൽ നമുക്കിത് പതുക്കെ ഇങ്ങനെ ഈ നെറ്റോടുകൂടി ഇങ്ങനെ താഴ്ത്തി കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിതിന് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു എണ്ണ ഫുള്ളും അതിലേക്ക് പിടിച്ചോളും. ഇനി ഇതേ എണ്ണയിൽ നമുക്ക് ഈ കണ്ണാപ്പ പാത്രത്തിൽ വെച്ചിട്ട് ഈ ഹോളുള്ള പാത്രത്തിൽ സ്പൂണിൽ വെച്ച് തന്നെ നമുക്കിത് കൂടെ ഫ്രൈ ചെയ്തെടുത്തിടാം. അത് ഇപ്പോൾ ഇട്ട കടല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്കതിലേക്ക് തന്നെ ഇടാം. ഇനി കുറച്ച് ഒരു കപ്പ് കപ്പലണ്ടി. ഇത് തൊലിയോട് കൂടി ഇടാം, തൊലി കളഞ്ഞോടാം. ഞാൻ തൊലി കളഞ്ഞതാണ്. അതിലിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതിൽ എണ്ണയിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. കപ്പലണ്ടി നന്നായിട്ട് മൂത്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ചേർക്കാം. ഇതാണ് നമ്മുടെ വെളുത്ത മിക്സർ, മധുരമുള്ള വെളുത്ത മിക്സർ. ഇതിലേക്ക് ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ചേർക്കാം. നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ ബേക്കറികൾ സുലഭമായി കിട്ടുന്നതാണ് ഈ വെളുത്ത മിക്സർ. പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കഴിച്ചു നോക്കാം. കപ്പലിൻ്റെയും കടലയുടെയും മുരിഞ്ഞ അമലും മധുരവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.
ഓക്കെ, താങ്ക് യു.